ഗൾഫ് 18 വിശദമായി. UAE-യിൽ സന്ദർശകരായി എത്തുന്ന 44 രാജ്യക്കാർക്ക് സ്വന്തം രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ അനുമതി. ദേശീയ ലൈസൻസ് ഉപയോഗിച്ച് UAE-യിൽ വാഹനം ഓടിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടിക ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തുവിട്ടത്. ഇന്ത്യ പട്ടികയിൽ ഇല്ല. UAE-യിൽ സന്ദർശകരായി എത്തുന്ന 44 രാജ്യക്കാർക്ക് സ്വന്തം രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഇനി വാഹനം ഓടിക്കാം. UAE ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. നിബന്ധനകളോടെയാണ് അനുമതി. പട്ടികയിലുള്ള 43 രാജ്യക്കാർക്ക് താമസ വിസയുണ്ടെങ്കിൽ പരിശീലനമോ പരീക്ഷയോ ഇല്ലാതെ സ്വന്തം രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് UAE ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാം. വാഹനം ഓടിക്കുന്നതിനുള്ള ശേഷി തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് വ്യവസ്ഥയുണ്ട്. ചൈനീസ് ലൈസൻസ് ഉള്ളവർക്ക് UAE-യിൽ നേരിട്ടും വണ്ടി ഓടിക്കാം. ഇതിനായി പ്രത്യേക അനുമതി തേടണം. വിവിധ രാജ്യക്കാരെ UAE-യിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ ലളിതമാക്കിയത് എന്ന് UAE ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്മാർട്ട്സ് സംവിധാനത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് വിശദാംശങ്ങൾ നൽകി UAE ലൈസൻസ് ആക്കി മാറ്റാം. UAE തിരിച്ചറിയൽ കാർഡ്, വിദേശ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പരിഭാഷ, ഒറിജിനൽ വിദേശ ലൈസൻസ് എന്നിവയാണ് UAE ലൈസൻസാക്കി മാറ്റാൻ ആവശ്യമുള്ളത്. 600 ദിർഹമാണ് സേവന നിരക്ക്. ന്യൂസ് 18 UAE. അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഫോൺ കോളുകളോട് പ്രതികരിക്കരുത് എന്ന് സൗദി അധികൃതർ. ജിദ്ദ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഉള്ളവരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് സൗദിയിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഫോൺ വരുന്നത്. ഇക്കാമ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിന് മറ്റുമായി അബ്ഷീർ പാസ്വേഡും OTPയും ചോദിച്ചാണ് ഫോൺ കോളുകൾ വരുന്നത്. ഫോണിന് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകും. ചില സംഘടിത സംഘങ്ങളിൽ നിന്നാണ് ഇത്തരം കോളുകൾ വരുന്നത് എന്നാണ് വിവരം. ഇത്തരം ഫോൺ കോളുകളോട് പ്രതികരിക്കരുതെന്ന് രാജ്യത്തുള്ള അവരുടെ താമസക്കാരെ അറിയിക്കാൻ എല്ലാ മിഷനുകളോടും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ബാങ്കുകളിലെ വ്യക്തിഗത വിവരങ്ങളോ വ്യക്തിഗത അക്കൗണ്ടുകളോ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി മാത്രമേ കൈമാറാവൂ എന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലർ ലഭിച്ചതായി റിയാദിലെ ഇന്ത്യൻ എംബസി വൃത്തങ്ങളും അറിയിച്ചു. ഇക്കാര്യത്തിൽ സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ട അധികാരികൾ സമൂഹമാധ്യമങ്ങൾ വഴി ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് എന്നും സൗദി ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 സൗദി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉൾപ്പെടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ UAE-യിൽ എത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരണം നൽകി. 5 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു. സൗഹൃദ രാജ്യങ്ങളുടെ സമ്മേളനമായ കൺസൽവേറ്റീവ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് വിവിധ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ അബുദാബിയിലെത്തിയത്. UAE പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ മുഹമ്മദ് അൽ താനിയും സമ്മേളനത്തിന്റെ ഭാഗമായത്. അബുദാബി പ്രസിഡൻഷ്യൽ ഫ്ലൈറ്റിലെത്തിയ അമീറിനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. UAE-യുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതാണ് അമീറിന്റെ സന്ദർശനം. ഫ്രക്ടേണൽ കൺസൽവേറ്റീവ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖും ഈജിപ്ത് ഭരണാധികാരി അബ്ദുൾ അൽ ഫത്തെ എൽസീസിയും ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമിയും ബഹ്റിൻ രാജാവും എത്തിയിരുന്നു. 5 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള പൊതുവിഷയങ്ങളിലും ചർച്ചയുണ്ടായി. മേഖലയിൽ സാഹോദര്യവും സമൃദ്ധിയും ഉറപ്പുവരുത്താൻ ഇടപെടൽ ഉണ്ടാകുമെന്നും നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ധാരണയായി. ന്യൂസ് 18 UAE. അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കാനൊരുങ്ങി സൗദിയ. ഈ വർഷം അന്താരാഷ്ട്ര സർവീസുകൾ 40% വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി വക്താവ് അബ്ദുള്ള അൽ ഷഹ്റാനി പറഞ്ഞു. ആഭ്യന്തര സർവീസുകളിൽ 5 ലക്ഷം സീറ്റുകൾ അധികം ലഭ്യമാക്കും. 10 പുതിയ വിമാനങ്ങൾ ഈ വർഷം സൗദിയയ്ക്ക് ലഭിക്കും. ഇതിൽ 7 എണ്ണം എയർബസ് 321 നിയോ ഇനത്തിൽപ്പെട്ടവയും 3 എണ്ണം ബോയിങ് വിമാനങ്ങളും ആണ് എന്നും അബ്ദുള്ള അൽ ഷഹനാനി പറഞ്ഞു. അബുദാബി മലയാളി സമാജം കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സാഹിത്യ മത്സരങ്ങൾ സമാജം അങ്കണത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. വിവിധ ഏജ് ഗ്രൂപ്പുകളിലായി വ്യത്യസ്ത ഇനങ്ങളിലാണ് മത്സരം. ശനിയാഴ്ച രാവിലെ 9:30 രജിസ്ട്രേഷനോടുകൂടി ആരംഭിക്കുന്ന മത്സര ഇനങ്ങൾ 3 വേദികളിലായി നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സമാജത്തിൽ എത്തി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്.
UAE ദിർഹം 22 രൂപ 21 പൈസ, സൗദി റിയാൽ 21 രൂപ 72 പൈസ, കുവൈറ്റ് ദിനാർ 267.26, ഖത്തർ റിയാൽ 22.41, ഒമാനി റിയാൽ 212.18, ബഹ്റൈൻ ദിനാർ 216 രൂപ 52 പൈസ. യുക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം ഹെലികോപ്റ്റർ അപകടത്തിൽ യുക്രൈൻ ആഭ്യന്തരമന്ത്രിയടക്കം 18 പേർ കൊല്ലപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ഡെനിസ് മൊണാൻസ്റ്റിർക്കി, പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ ഡെപ്യൂട്ടി ഹെഡ് കിർലോ മൊഷെൻകോ ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 9 പേരും കൊല്ലപ്പെട്ടു. ഹെലികോപ്റ്റർ തകർന്നു വീണത് ബോവറിയിലെ കിൻഡൻഗാർട്ടന് സമീപമായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന 3 കുട്ടികൾ ഉൾപ്പെടെ 9 പേരും കൊല്ലപ്പെട്ടു. 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുരന്ത കാരണം എന്തെന്ന് വ്യക്തമല്ല. റഷ്യയുടെ ആക്രമണത്തെ തുടർന്നാണ് അപകടം എന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. 3 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ത്രിപുരയിൽ ഫെബ്രുവരി 16-നും മേഘാലയ, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ ഫെബ്രുവരി 27-നും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. 3 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മാർച്ച് 2-നാണ്. ഫെബ്രുവരി 16-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ത്രിപുരയിൽ ജനുവരി 21-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. മേഘാലയയിലും നാഗാലാൻഡിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജനുവരി 31-ന്. ലക്ഷദ്വീപിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഫെബ്രുവരി 27-ന് നടക്കും. 3 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായി 62.8 ലക്ഷം വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത്. ഇതിൽ 31.47 ലക്ഷം പേർ സ്ത്രീകളാണ്. 1,76,000 പേർ കന്നി വോട്ടർമാർ. എല്ലായിടത്തും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. The date of issue of notification in case of Tripura would be January 21 and last date of making nominations January 30. We will also put it on social media account of ours immediately so that you can take this. You can put it right now. So if you want, it can be downloaded from our sweep handle. Meghalaya and Nagaland would have it on 31st January and thereafter both of them have the poll together. The date of poll would be February 16th in case of Tripura and February 27th. So we are finishing all the polling in the February 27th, within February itself. This is to take into account, this has taken into account that the examinations schedules are also taken into account and that children are not really disturbed by this to the extent possible. So since most of the exams are by and large in March, we have tried to finish this in February itself. And no polling station is in any school which is a CBSE related school whose CBSE schedule has come. So there is only one paper before this. But we have ensured that in no school there is a CBSE center or a CBSE school. Meghalaya and Nagaland poll on the same day. That means the February 27th would be date of poll and January 31st being the date of notification. 3 സംസ്ഥാനങ്ങളിലുമായി 9,125 പോളിംഗ് സ്റ്റേഷനുകൾ തയ്യാറാകും. ഇതിൽ 70% പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. 376 പോളിംഗ് സ്റ്റേഷനുകൾ വനിതാ ജീവനക്കാരാണ് മുഴുവനായും നിയന്ത്രിക്കുന്നത്. വധശ്രമക്കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ലക്ഷദ്വീപിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അക്രമരഹിതമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം BJPക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ദുർബലമാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുകയാണ്. ഹിന്ദിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രാദേശിക ഭാഷകളെ ബാധിക്കുമെന്നും അദ്ദേഹം വിമർശിച്ചു. തെലങ്കാനയിൽ BRS സംഘടിപ്പിച്ച കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ പൊതുസമ്മേളനത്തിലാണ് പിണറായി വിജയന്റെ വിമർശനം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു തുടങ്ങിയവരും പങ്കെടുത്തു. The Universal Eye Screening Program organized by the state government of Telangana have been inaugurated.
This needs special mention because through them, at one stroke itself, the state government is improving governance as well as public services so as to better the lives of the people of Telangana. കൊല്ലത്ത് 2 ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസി തുടരുന്ന റെയ്ഡിൽ ചവറ മുക്കത്തോട് സ്വദേശി അറസ്റ്റിൽ. ഹിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിന് എത്തിച്ചു നൽകാനായി പ്രവർത്തിച്ചിരുന്ന റിപ്പോർട്ടേഴ്സിൽ ഉൾപ്പെട്ട മുഹമ്മദ് സാദിഖാണ് അറസ്റ്റിലായത്. ഇയാളെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി NIA നടത്തിയ റെയ്ഡിലാണ് മത നേതാക്കളെ വധിക്കുന്നതിനുള്ള ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തത്. പിന്നീട് നടന്ന മിന്നൽ പരിശോധനകളിൽ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ വ്യക്തിയായിരുന്നു കൊല്ലപ്പെട്ട RSS നേതാവ് ശ്രീനിവാസൻ എന്ന് NIAക്ക് തെളിവ് ലഭിച്ചു. അതിനിടെയാണ് റിമാൻഡിലായവരുടെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് കൊച്ചി NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ പുറത്തായത്. വധിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന സാമുദായിക നേതാക്കളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ റിപ്പോർട്ടേഴ്സ് എന്ന പേരിൽ പ്രത്യേക പരിശീലനം നേടിയ രഹസ്യ സംഘം പ്രവർത്തിക്കുന്നതായി തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു. തടവിൽ കഴിയുന്ന PFI നേതാക്കൾക്ക് ജാമ്യം അനുവദിച്ചാൽ തുടരന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമമുണ്ടാകുമെന്നുമായിരുന്നു റിപ്പോർട്ടിലെ മറ്റ് പരാമർശങ്ങൾ. ഇതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി 56 കേന്ദ്രങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി വീണ്ടും മിന്നൽ പരിശോധന നടത്തി. രണ്ടാം നിര നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു റെയ്ഡ്. ബാങ്ക് ഇടപാടുകളുടെ രേഖകളടക്കം പിടിച്ചെടുത്ത സംഘം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരുന്ന ഏതാനും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. അതിനിടെയാണ് അപ്രതീക്ഷിതമായി 2 ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റ് കൊല്ലത്ത് മിന്നൽ പരിശോധന തുടരുന്നത്. ചവറയിൽ നടത്തിയ റെയ്ഡിൽ മുക്കത്തോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ NIA സംഘം കസ്റ്റഡിയിലെടുത്തു. യാത്രകളുമായി ബന്ധപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്നും NIA കണ്ടെടുത്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. റിപ്പോർട്ടേഴ്സ് എന്ന രഹസ്യ ഗ്രൂപ്പിൽ മുഹമ്മദ് സാദിഖ് ഉൾപ്പെട്ടിരുന്നതായുള്ള നിർണായക കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രഹസ്യ കേന്ദ്രത്തിൽ ഇയാളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റുള്ളവരെ കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭ്യമായേക്കുമെന്നാണ് NIA സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കൊല്ലം ചാത്തിനാംകുളം സ്വദേശിയായ PFI പ്രവർത്തകന്റെ വീട്ടിൽ NIA സംഘം ഇന്ന് വ്യാപകമായ പരിശോധന നടത്തി. ചാത്തിനാംകുളം സ്വദേശി നിസാറുദ്ദീന്റെ വീട്ടിലായിരുന്നു പരിശോധന. ഇയാൾ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. നിസാറുദ്ദീന്റെ ഡയറിയും ആധാർ കാർഡും NIA സംഘം പിടിച്ചെടുത്തു. മറ്റു ചില രേഖകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് നിസാറുദ്ദീൻ വീട്ടിലുണ്ടായിരുന്നില്ല. പുലർച്ചെ 3-ന് ആരംഭിച്ച റെയ്ഡ് 6:30-ക്ക് അവസാനിച്ചു. കിളികൊല്ലൂർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. കേരളത്തിന്റെ തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ സമാന്തര നീക്കങ്ങൾ നടക്കുന്നതായുള്ള നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വ്യാപകമായ പരിശോധനകൾ പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ മാസം 23-നകം നൽകണം എന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നതിൽ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചു. ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് കോടതി അന്ത്യശാസനവും നൽകി. ജസ്റ്റിസ് ശങ്കരൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ജപ്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് ഈ മാസം 23-നകം നൽകണം. ജില്ലാടിസ്ഥാനത്തിലായിരിക്കണം റിപ്പോർട്ട് നൽകേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകേണ്ടതില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിശദീകരിച്ചു. മിന്നൽ ഹർത്താലിൽ 5 കോടിയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന ഭക്ഷ്യവിഷബാധയിൽ ഇടപെട്ട് ഹൈക്കോടതി. കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് അറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണം. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഹോട്ടലുകൾക്കെതിരെ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും സംസ്ഥാനത്ത് ഇന്നും പഴകിയ ഭക്ഷണം പിടികൂടി. വടക്കൻ പറവൂരിലെ കുമ്പാരീസ് ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. അതേസമയം കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധ ഉണ്ടായ എറണാകുളം വടക്കൻ പറവൂരിലെ മജ്ലിസ് ഹോട്ടൽ ഉടമയെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 68 പേർക്കാണ് ഇതുവരെ ഭക്ഷ്യവിഷബാധ ഏറ്റത്. കളമശ്ശേരിയിൽ
പഴകിയ ഇറച്ചി വിറ്റ സ്ഥാപനങ്ങളുടെ പേര് പുറത്തുവിട്ടു. നഗരസഭാ സെക്രട്ടറിയെ LDF നേതൃത്വത്തിൽ ഉപരോധിച്ചതിന് പിന്നാലെയാണ് സ്ഥാപനങ്ങളുടെ പേര് പുറത്തുവിടാൻ അധികൃതർ തയ്യാറായത്. നഗരസഭാ സെക്രട്ടറിയുടെ സീൽ പതിച്ച ലിസ്റ്റ് DYFI പ്രവർത്തകരാണ് പുറത്തുവിട്ടത്. വിഷം വിളമ്പുന്നത് ഒഴിവാക്കാൻ സർക്കാർ ശ്രമം തുടരുകയാണ്. ഫെബ്രുവരി 1 മുതൽ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. പരിശോധിക്കാതെ ലൈസൻസ് നൽകിയ ഡോക്ടറുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. സേഫ് ഫുഡ് ഡെസ്റ്റിനേഷൻ ആക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൊഴിൽ, തദ്ദേശം, ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പഴുതടച്ച നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. അപ്പോൾ ഫെബ്രുവരി 1 മുതൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ ഒരു 10 ദിവസത്തെ ഒരു ഇടവേള, നമ്മൾ ഇന്ന് 18ആണ്, അപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തിയ ഒരു 2 ആഴ്ച സമയം, അതൊരു ഫെബ്രുവരി 1 മുതൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന, അതായത് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടാകണം എന്നുള്ളത് വളരെ കർശനമായി തന്നെ നടപ്പിലാക്കും. അപ്പോൾ അതിൽ മറ്റൊരു വിഷയം കൂടി കണ്ടു. ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത് എളുപ്പമാക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് എഴുതി വാങ്ങിക്കുന്ന രീതി ഉണ്ട് എന്ന് ഈ ചർച്ചയിൽ തന്നെ അവർ പറഞ്ഞു. അങ്ങനെ വ്യാജമായി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് കാർഡ് ലഭ്യമാകുന്നതിന് വേണ്ടി ഏതെങ്കിലും ഡോക്ടറോ അങ്ങനെ കൊടുത്താൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കായിക വാർത്തകൾ. ന്യൂസിലാൻഡിന് എതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം. 12 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. 350 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ന്യൂസിലാൻഡിന് 337 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നേരത്തെ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറിയാണ് ഇന്ത്യയെ വൻ സ്കോറിൽ എത്തിച്ചത്. ഫെർഗൂസനെ തുടരെ 3 സിക്സർ അടിച്ചാണ് ഗിൽ ഇരട്ട സെഞ്ചുറി തികച്ചത്. 145 പന്തിൽ 200 തികച്ച ഗിൽ 208 റൺസ് എടുത്ത് പുറത്തായി. ഇരട്ട സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരവും ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമാണ് ശുഭ്മാൻ ഗിൽ. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.